വെൽക്കം ടു ലേൺ ആൻഡ് അപ്സ്കിൽ ചാനൽ. CA ഫൗണ്ടേഷൻ അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ ചാപ്റ്ററായ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് 8 ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ട് ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. കാരണം ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം മാത്രം വാച്ച് ചെയ്യാം. അപ്പോൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷനായിട്ട് ടോട്ടൽ 6 പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് റിലവൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ മണി ടേംസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ടാമതായിട്ട് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് ബിസിനസ് ഓൺ ഇറ്റ്സ് ഡേ ഓഫ് പ്രിപ്പറേഷൻ നോട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ. മൂന്നാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഇഗ്നോർസ് ചേഞ്ചസ് ഇൻ സം മണി ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഫ്ലേഷൻ. നാലാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ക്യാൻ കൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് അതർ. അഞ്ചാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ക്യാൻ ബി ഡിപ്പെൻഡിങ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. ആറാമതായിട്ട് പറയുന്നത് ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സെയിം ഐറ്റം ക്യാൻ ലീഡ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഈ 6 പോയിന്റ്സും സെൽഫായിട്ട് പറയാൻ കിട്ടുന്ന ലെവലിലേക്ക് എത്തുന്നതിനുള്ള ഒരു ട്രെയിനിങ്ങാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തുക, എന്നിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയും, അത് കേട്ടിട്ട് മെൻ്റലി അത് 5 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ ഓരോ പോയിന്റ്സും സ്റ്റോപ്പ് ചെയ്ത് പറയുമ്പോൾ അതൊക്കെ മെൻ്റലി 5 തവണ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഈ രീതിയിലാണ് ഇത് വാച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ സെൽഫായിട്ട് അത് പറയുക. എന്നിട്ടൊരു ബുക്ക് എടുത്തിട്ട് എവിടെയും റെഫർ ചെയ്യാതെ എവിടെയും നോക്കാതെ സെൽഫായിട്ട് ആ ബുക്കിൽ എഴുതുക. അപ്പോൾ ഒന്നാമതായിട്ട് റിലവൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ മണി ടേംസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. റിപ്പീറ്റ് മെൻ്റലി 5 times. രണ്ടാമതായിട്ട് ബാലൻസ് ഷീറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് ബിസിനസ് ഓൺ ദ ഡേ ഓഫ് ഇറ്റ്സ് പ്രിപ്പറേഷൻ നോട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ. റിപ്പീറ്റ് മെൻ്റലി 5 times. അടുത്ത പോയിന്റ് വരുന്നത് അക്കൗണ്ടിങ് ഇഗ്നോർസ് ചേഞ്ചസ് ഇൻ സം മണി ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഫ്ലേഷൻ. അടുത്തത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ക്യാൻ കൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് അതർ. അടുത്തത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അടുത്തത് ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സെയിം ഐറ്റം ക്യാൻ ലീഡ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ നിങ്ങളിതിൽ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന അതേപോലെ അത്രയും ഡീപ്പ്ലി ഫോക്കസ്ഡ് ആയിട്ടാണ് ഇത് കേട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് സെൽഫായിട്ട് പറയാൻ കിട്ടുന്നുണ്ടായിരിക്കും. 5 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞവരൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയാൻ കിട്ടുന്നുണ്ടാവും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്ത്